ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് എൻ ബി ബുട്ടിക്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫെസ്റ്റിവൽ സ്പെഷ്യൽ കളക്ഷനാണ് കാണിക്കുന്നത്. കുറച്ച് പാർട്ടി വെയർ ഐറ്റംസ്. കാരണം നമുക്ക് ഇപ്പോൾ ഒരുപാട് ഫെസ്റ്റിവൽസ് വരുന്നുണ്ട്. റംസാൻ വരുന്നുണ്ട്, ഈസ്റ്റർ വരുന്നുണ്ട്, വിഷു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഐറ്റം കാണിക്കാമെന്ന് വെച്ചു. ഫസ്റ്റ് വണ്ട ഈ ഒരു പാറ്റേൺ ആണ്. ഇത് നല്ല ഫ്രോക്ക് മോഡലാണ് കേട്ടോ. ഹെവി ആയിട്ടുള്ളൊരു ഫ്രോക്ക് പാറ്റേൺ ആണ്. ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ ആ ഒരു യോക്കിൻ്റെ അവിടുത്തെ വർക്ക് കണ്ടോ, ഭയങ്കര നിറഞ്ഞു നിൽക്കുന്ന ഒരു വർക്ക്. ഇങ്ങനെ ഒരു നമുക്കൊരു ബെൽറ്റ് പോലെ ഇവിടെ ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് മുകളിലോട്ടുള്ള കാരണം നമ്മൾ എപ്പോഴും വർക്ക് കാണുന്ന ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ നെക്കിലുള്ള താഴോട്ടാണ്. ഇതെന്ന് പറയുമ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് നല്ല പേൾ വർക്ക് കാണും ഇതിനകത്തെ ഹൈലൈറ്റ് ആണ്. പേൾ വർക്കും കട്ട് ബീഡ്സും ചെറിയ ചെറിയ ഷുഗർ ബീഡ്സ്, ഗോൾഡൻ ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ഇങ്ങനെ വരും കേട്ടോ. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എപ്പോഴും നമ്മൾ ഗ്യാദേഴ്സും പ്ലീറ്റ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ പ്ലീറ്റ്സ് ആണ്. അടുക്കി ചെയ്തേക്കൊണ്ട് നമുക്ക് വണ്ണം ഉള്ളവർക്കും ഓക്കെ ആവും കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വണ്ണം തോന്നിക്കും, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ വരും. നല്ല ഹെവി വർക്കാണ്. ഫുള്ള് ലൈനിങ് അല്ല, ബോഡി പോർഷൻ ഫുള്ള് ലൈനിങ് ആണ്. നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് ആണ്. നിറയെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് പോയിട്ട് ഇതാ ഇത് കണ്ടോ, ഇതിൻ്റെ താഴെയായിട്ട് കണ്ടോ ഫ്രിൽസ് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ ഫ്ലെയർ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യും കേട്ടോ. റെഡ് കളറിലെ പേളാണ്. അപ്പോൾ ഇതിൻ്റെ നെക്കിൽ കണ്ടോ, അതാ ഞാനിതിപ്പോൾ നെക്ക് അകത്തോട്ട് ഇട്ടേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ കണ്ടോ, നമുക്കൊരു ചെറിയൊരു ഡോറി പോലെ ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി കളത്തിലുള്ള ഡോറി. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ ഡോറി ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് എടുത്തിട്ടാൽ മതിയാവും. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടി വെക്കാം. നല്ല ഭംഗിയാണ്. കെട്ടി വെച്ചാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെ വരുവേ. ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് 699 രൂപ. ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. നല്ലൊരു പ്രൈസാണ്. കാരണം വർത്തായിട്ടൊരു പ്രൈസാണ്. മെറ്റീരിയൽ ക്വാളിറ്റി ആയിക്കോട്ടെ. വർക്കാണെങ്കിൽ നമ്മൾ സാധാരണ കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണ്. മെറ്റീരിയൽ ആണെങ്കിൽ നിറയെ പ്ലീറ്റ്സ് വെച്ചിട്ട് കണ്ടോ, ഒരുപാട് പ്ലീറ്റ്സ് വെച്ചിട്ട് ചെയ്തേക്കാണ്. ബാക്കിലും ഫ്രണ്ടിലും. സ്ലീവ് ആണെങ്കിലും ചെറിയൊരു പഫ് സ്ലീവ് കണ്ടോ, സ്ലീവിലും ചെറിയൊരു പഫ് വന്നിട്ട് താഴെയായിട്ടുണ്ട് ഒരു ഇലാസ്റ്റിക് ചെയ്തേക്കണം. കുറച്ച് നമ്മുടെ നോർമൽ സ്ലീവിനേക്കാളും ലെങ്ത് ഉള്ള സ്ലീവ്, കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഒരു സ്ലീവ് എന്ന് പറയുമ്പോൾ. ഇങ്ങനെ വരുവേ. നമുക്ക് ഏകദേശം ഇതാ ഇവിടെ വരെ സ്ലീവ് വരുന്നുണ്ട്. ഇത്രയും സ്ലീവ് വരും കേട്ടോ. ഓക്കെ, അടുത്ത കളർ കാണാം. അതിലും കുറച്ചുകൂടെ ഒരു ലൈറ്റായിട്ടുള്ളൊരു കളർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, സാഫയർ ഗ്രീനിനെക്കാട്ടിലും. ഓക്കെ, നല്ല റെഡ് കളറിലെ പേളാണ്. കട്ട് ബീഡ്സ് ആണ്. വീഡിയോയിൽ കാണുന്നതിലും ഒരു ഷെയ്ഡൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ ചേഞ്ചസ് വരാം. അത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. നോക്കിയിട്ട് വേണം. നമ്മൾക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഉണ്ട്. നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഒരിക്കലും നമ്മളൊരു വീഡിയോയിൽ എടുത്താൽ അത്രയും ആകണമെന്നില്ല. എല്ലാ കളേഴ്സും അല്ല, ചില പർട്ടിക്കുലർ കളേഴ്സ് മാത്രം കേട്ടോ. മറൂൺ ഷെയ്ഡ് ആയിക്കോട്ടെ. അതുപോലെ ഈ ഒരു കളറ് റാണി പിങ്ക് ഒക്കെ കണ്ട റെഡ് പോലെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആ ഒരു എക്സ്പെക്റ്റേഷൻ ചില കളേഴ്സിന് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതാണേലും വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുള്ള കുറച്ചുകൂടെ ഒരു ഡാർക്കായിട്ടുള്ള നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. വീഡിയോയിൽ ഒരു ഷെയ്ഡ് ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പോയിക്കുന്നത് പേളാണ് പോയി, റെഡ് കളറിലെ പേളാണ് പോയിക്കുന്നത്. ഫുള്ളായിട്ട് സ്പീഡ്സ് ആണ്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. 47 ഇഞ്ച് ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് റാണി പിങ്ക് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റാണി പിങ്ക് കളർ. അതിൽ പോയേക്കുന്നത് നല്ല സ്കൈ ബ്ലൂ കളറിലെ പേളാണ്. ഇതിൻ്റെ പേളിൻ്റെ കളറാണ് ഹൈലൈറ്റ് കേട്ടോ. ഇത് പക്ഷേ വീഡിയോയിൽ റെഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. റെഡ് അല്ല, നല്ല ഡാർക്ക് റാണി പിങ്ക്. നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് കളറാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇവിടെ വർക്കായിട്ടുണ്ടാവും എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം നമ്മൾ എപ്പോഴും നെക്ക് വർക്ക് കണ്ടവർക്ക് ഈ ഒരു വർക്കിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഡോറീസ് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണതേയും പറയാൻ വിട്ടു. നമ്മുടെ ഷേപ്പിന് നമുക്ക് കെട്ടി വെച്ചാൽ മതിയാവും. ഓക്കെ, ഇങ്ങനെ വരും. അടുത്ത കളർ കാണാം കേട്ടോ. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സാഫിയർ ഗ്രീൻ നമ്മൾ നേരത്തെ കണ്ടു. അതും ഇതും തമ്മിൽ നല്ല വ്യത്യാസം കണ്ടില്ലേ. ഇങ്ങനെ വരും കേട്ടോ. മാറിപ്പോകല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ടീൽ ബ്ലൂ അടുപ്പിച്ച് വരുന്ന കളറാണ്. വീഡിയോയിൽ കാണുന്നതിലും ഈ പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോയിൽ കാണുന്ന കളറാണ്. ഒരു ശകല ഒരു പൊടിക്ക് ഡിഫറൻസ് വല്ലതും വന്നാലേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ വരുവേ. ആ ഒരു ടീൽ ബ്ലൂവും ഒരു പിക്കോക്ക് ഒരു ഗ്രീനും ഒക്കെ കൂടെ ചേർന്ന് വരുന്നൊരു കളർ വരും. വീഡിയോയിൽ കാണുന്നത് ഒരു ഷെയ്ഡ് ഡാർക്ക് വരും, അത്രയേ ഉള്ളൂ. പേൾ വർക്ക് റെഡാണ് പോയിരിക്കുന്നത്. ഇതിലും ഇങ്ങനെ വരും കേട്ടോ. നല്ല ലെങ്ത് ഉള്ള സ്ലീവാണ്. നല്ല നിറയെ പ്ലീറ്റ്സ് കൊടുത്ത് ചെയ്തേക്കണം. 699 ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഒന്ന് മോഡൽ എന്ന് പറഞ്ഞാൽ അടുത്ത മോഡൽ ഇതാണ് കേട്ടോ. ഇതൊരു പ്രൈസ് വരുന്നത് 599 ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ചന്ദേരി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു ഫ്ലോറൽ ഡിസൈനുമായിട്ടൊക്കെ ഉള്ളൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ വരും. നല്ലൊരു ഗോൾഡൻ യെല്ലോയിൽ ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഒരു വുഡൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ്. ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ്. ഓക്കെ, സ്ലീവ് ആണെങ്കിലും ഇതിൻ്റെ ഇതേപോലൊരു പഫ് വന്നിട്ട് ഈ ഒരു ലെങ്ത് ഒരു 9 ഇഞ്ചൊക്കെ ലെങ്ത് വരും കേട്ടോ സ്ലീവിന്. എന്നിട്ട് ചെറിയൊരു പ്ലീറ്റ്സ് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ പഫ് വെച്ചിട്ട് പ്ലീറ്റ്സ് ചെയ്തേക്കാണ്. നല്ലൊരു നെക്കൊക്കെയാണ് കേട്ടോ. സൈസ് മീഡിയം, ലാർജ്,
XL XXL ആണ് സൈസ് വരുന്നത്. ലെങ്ത് എന്ന് പറയുമ്പോൾ 46 ഇഞ്ച് ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നത്. സ്റ്റിച്ചഡാണ് കേട്ടോ. ഇങ്ങനെയാണ് ഒരു നല്ലൊരു ഗോൾഡൻ യെല്ലോ. ഈ കളർ ഇതിനൊക്കെ ഒരു റെഡ് കളറിലെ ബോട്ടം നല്ല ഭംഗിയായിരിക്കും. ഒരു പിങ്ക് ഷെയ്ഡ്, പിങ്ക് പീച്ചും കൂടെ വരുന്ന കളർ, വീഡിയോയിൽ കാണുന്ന ആ ഒരു കളർ നല്ല ഭംഗിയുള്ളൊരു പീച്ച് പിങ്ക് കോമ്പിനേഷൻ വരും. ഇതിലെല്ലാം ഒരു എന്താ പറയണ്ടേ, ഒരു ചന്ദരി സിൽക്ക് ആയതുകൊണ്ട് ഇതിലെല്ലാം ഒരു ഗോൾഡൻ ടിഷ്യൂവിൻ്റെ ഒരു ഫാബ്രിക് പോലെ കണ്ടില്ലേ, ഗോൾഡൻ ടിഷ്യൂവിൽ വരുന്നത് പോലെ ഒരു സെൽഫായിട്ടൊരു ഗോൾഡൻ ഒരു ജെറി പോലെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ സിമ്പിൾ എപ്പോഴും കാണുന്ന ഒരു ചന്ദേരി സിൽക്കിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു പാറ്റേൺ, ഫുള്ളായിട്ട് ഗോൾഡൻ ജെറി പോയിട്ടുണ്ട്. ഇങ്ങനെ വരും. സൈസ് മീഡിയം മുതൽ XXL വരെ. അടുത്ത കളർ കാണാം. അടുത്തത് വരുന്നത് ഈ ഒരു ലൈറ്റ് യെല്ലോ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു യെല്ലോയാണ് കേട്ടോ. നമ്മളിപ്പം ഗോൾഡൻ യെല്ലോ ഒക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ ഭയങ്കര, എനിക്കെന്തോ നമുക്ക് ചില കളേഴ്സ് ഒരു പേഴ്സണലി ഒരു ഇഷ്ടം തോന്നും. കാരണം അത്ര ഭംഗിയായിട്ട് തോന്നിയ ഒരു കളറാണ്. അതിൻ്റെ കൂടെ വന്നേക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഗ്രീൻ കളർ വന്നു. നമ്മൾ ആ വീഡിയോയിൽ കാണുന്നതിൽ ഒരു ഷെയ്ഡ് ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്, ഒരു ഷെയ്ഡ് ഡാർക്ക് വരുവേ. അതിൽ ഈ ഗ്രീൻ കളറിലെ ലീവ്സും റെഡ് കളറിലെ ഫ്ലോറിലൂടെ വന്നപ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ഒരു ക്ലാസി ലുക്ക് കിട്ടുന്ന ഒരു കുർത്തി. സ്ലീവ് എന്ന് പറയുമ്പം പഫ് വരുവേ, ചെറിയൊരു പഫൊക്കെ വന്നിട്ട് നല്ല ലെങ്തിൽ ചെയ്ത്, നോർമൽ കുട്ടി പഫല്ലേ വരുന്നത്, കുറച്ച് ഇങ്ങനെ ബൾക്കി ആയിട്ടിരിക്കുന്ന ഒരു പഫ്. പക്ഷേ ഇത് കണ്ടോ, ഇത് അങ്ങനെയല്ല, ഒതുങ്ങിയിരിക്കും. നമ്മൾ നോർമൽ 3/4 സ്ലീവിലൊക്കെ കട്ട് ചെയ്യുന്നത് തന്നെ കട്ട് ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വിത്ത് ലൈനിങ് ആണ്, കോട്ടൻ്റെ ലൈനിങ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ഷെയ്ഡിലെ ബോട്ടം ഇട്ടാൽ ഭംഗിയായിരിക്കും കേട്ടോ. ഗ്രീനോ റെഡോ, ഞാനിപ്പോൾ റെഡാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ 2 മോഡൽസാണ് കാണിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വേണ്ട കളറും സൈസും സെൻഡ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ. കാരണം അതെനിക്ക് വരുന്നൊരു നിങ്ങൾ തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരിക്കും. കാരണം എങ്കിൽ മാത്രമേ എനിക്കിങ്ങനെ ക്വാളിറ്റിയിൽ സാധനങ്ങൾ കൊണ്ടുവരാനും വീഡിയോസ് ഇതേപോലെ ഡെയിലി നമുക്ക് പുതിയ പുതിയ കളക്ഷൻ്റെ വീഡിയോസൊക്കെ ഇടാനും നമുക്ക് ആ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവരിൽ ഈ ഒരു വീഡിയോ എത്തത്തുള്ളൂ. സോ അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.